ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇവരുടെ ചെലവുകൾക്കൊന്നും യാതൊരു ഇത് വരുന്നില്ലല്ലോ, കോട്ട സംഭവിക്കുന്നില്ല. മന്ത്രിമാരുടെ ചെലവുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവരുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല. സാധാരണക്കാരെ ഞങ്ങൾ ഒരു പെൻഷൻ കിട്ടുന്ന ആകെ ഒരു 1600 രൂപ, അതൊന്നിനും തികയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലും മുടങ്ങുന്നത് എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗമല്ല ഞങ്ങളുടെ പ്രശ്നം, ഈ രോഗാവസ്ഥയായിട്ട് ഇവിടെ ജനിച്ചു പോയി എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. പേശികൾ ക്ഷയിച്ച് രോഗികളെ തളർത്തിയിടുന്ന മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം. ഓടി നടന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നതിനിടെ 6 വർഷം മുൻപാണ് ജെറിനെ അസുഖം വീൽചെയറിൽ തളച്ചിട്ടത്. വരുമാനം നിലച്ച ജെറിന് ഏക ആശ്വാസം സർക്കാർ നൽകി വന്ന 1600 രൂപ പെൻഷനായിരുന്നു. ഇപ്പോൾ അതും മുടങ്ങിയതോടെ ജീവിതം തീർത്തും ഇരുട്ടിലായി. ഫിസിയോതെറാപ്പിക്കും മരുന്നിനും മറ്റും വേണ്ട പണത്തിനായി നരകിക്കുകയാണ് ഈ കുടുംബം. ഫിസിയോതെറാപ്പിക്ക് മാത്രം മാസം 5000 രൂപയോളം വേണം, മരുന്നുകൾക്കും വേണം ഏകദേശം 5000 രൂപയോളം. അതായത് മാസം 10000 രൂപയോളം എനിക്ക് ഈ പറയുന്ന എൻ്റെ രോഗം കാരണം എനിക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷെ ആകെ ലഭിക്കുന്നത് നമുക്ക് ആകെ 1600 രൂപയും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആകെ കിട്ടുന്ന 1600 രൂപയും മുടങ്ങുന്ന അവസ്ഥയാണ്. ജനുവരി മാസം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 5 മാസത്തെ പെൻഷൻ ഞങ്ങൾക്കിപ്പോൾ പെൻഡിങ് ആണ്. ജെറിന് എല്ലാ കാര്യങ്ങൾക്കും പരസഹായം ആവശ്യമാണ്. മകനെ പൊന്നുപോലെ പരിചരിക്കുന്നത് അമ്മ രാജിയും അച്ഛൻ ജോൺസണും ചേർന്ന്. ഇത്തരം അസുഖബാധിതരെ നോക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നൽകുന്ന ആശ്വാസകിരണം പദ്ധതിക്ക് പുറത്താണ് ഈ കുടുംബം. അങ്ങനെ സർക്കാരിന്റെ എല്ലാ സഹായ വഴിയും അടഞ്ഞതോടെ ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെപ്പോലുള്ളവരെന്ന് ജെറിൻ. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും പോലും മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പരാതിയിൽ ഞാൻ അവസാനം കൊടുത്ത വാക്യം എന്ന് പറയുന്നത്, ഇത്തരക്കാരായ ഗുരുതര രോഗം ബാധിച്ചവരെ സർക്കാരിന് ഓർക്കാൻ സാധിക്കില്ലെങ്കിൽ 18 വയസ്സിന് മേലെയുള്ള ഗുരുതര രോഗം ബാധിച്ച വ്യക്തികൾക്ക് സ്വമേധയ ദയാവധം സ്വീകരിക്കാനുള്ള രീതിയിൽ നിയമ സംവിധാനം കൊണ്ടുവരിക എന്നാണ്. ജെറിനെ പോലെ പെൻഷൻ കിട്ടാത്തത് മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അസുഖത്തിന്റെ തീവ്രതയിൽ തളരുന്നതിനിടെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഇവരോട് കനിയണം, ചേർത്ത് പിടിക്കണം ഇവരെ. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.